ഞാനിവിടെ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി പോസ് ചെയ്ത് നിന്നതാണ്. നോക്കിയപ്പോൾ കണ്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ, എന്ത് രസമാണ് നോക്കിക്കേ. പ്രത്യേകിച്ചും ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണലി വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്ത് DP ഇടും എന്നൊക്കെ നോക്കിയ സമയത്താണ് പെട്ടെന്ന് എൻ്റെ കണ്ടുടക്കിയ ഒരു കാഴ്ച. ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നോക്കിക്കേ, വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ചെണ്ടുമല്ലി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ച ഇന്ന് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ ആ ഒരു കാഴ്ചയിലേക്ക് പോകാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ആരംഭിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ IT സ്ഥാപനമായ സ്മാർട്ട് വെബിനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇത് പിറവത്തിനടുത്ത് കളമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായൊരു പാടശേഖരമാണ്. ഇവിടെ കുറച്ച് വെറൈറ്റി ഓഫ് അട്രാക്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ നമ്മളിവിടെ ഇടുന്നതാണ്. എന്തായാലും നമ്മൾ ഇനി ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവുകയാണ്. നമുക്കിനി കൂടുതൽ അടുത്ത് നമുക്ക് ആ കാഴ്ച കാണാം. എന്തായാലും നമ്മൾ ആ ഒരു സസ്പെൻസിലേക്ക് തന്നെ നിർത്തുകയാണ്. അപ്പം ഒരു കാര്യം ഞാൻ ആദ്യം പറയുകയാണ്, ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നൊരു കാഴ്ച തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഈ ഒരു കാഴ്ചകൾ കണ്ട് ആസ്വദിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ ഒരു പാടത്തിൻ്റെ ഓരത്തൂടെ നമ്മൾ പോവുകയാണ്. ആ ഒരു പാടത്തിൻ്റെ ഭംഗിയൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പോകുന്ന ഈ ഒരു നടപ്പാതയുടെ രണ്ട് വശങ്ങളിലും ചെണ്ടുമല്ലിയുടെ ഒരു എന്താ പറയുക, ആ ഒരു ഇതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് രസമാണ് നോക്കൂ. ദാ ഈ കാണുന്നത് കണ്ടോ, ഇതൊരു ലെമൺ യെല്ലോ കളറിലുള്ള ചെണ്ടുമല്ലിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നതെല്ലാം ഈ ഒരു ലെമൺ യെല്ലോ കളറിലുള്ള ചെണ്ടുമല്ലി. ഏകദേശം 40 ഏക്കറിനടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു പാടശേഖരത്തിൻ്റെ അകത്താണ് ഈ ഒരു മനോഹരമായ കാഴ്ച വരുന്നത്. ഞാൻ വേറെ ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു സൈഡ് മുളക്കുളം, ഒരു സൈഡ് കളമ്പൂരാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പിറവം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് ഈ ഒരു സ്ഥലം വരുന്നതെന്ന് പറഞ്ഞു. എന്തായാലും നോക്കുകയല്ലേ, എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കിക്കേ. ഒരുപാട് പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യമുണ്ട്, ഞാൻ വിട്ടുപോയ കാര്യമാണ്. ഈ സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ പലർക്കും ഈ ചില ഭാഗങ്ങളിൽ പോകുന്ന നമുക്ക് സൺസെറ്റ് അത്ര ഒരു വിസിബിൾ ആയിരിക്കില്ല. ആ ഒരു ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ പറ്റുന്നവരാണ്. അതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് നോക്കുമ്പം നമ്മുടെ ആമ്പൽ കുളങ്ങൾ കാണാം. നിർഭാഗ്യവശാൽ നമുക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് പോണ സ്ഥലത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതാണ്. എന്തായാലും നമ്മൾ ഈ ഒരു ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുക കേട്ടോ. ഇവിടെ വന്ന സമയത്ത് നമ്മുടെ കണ്ണിലൊടുക്കിയൊരു കാഴ്ചയാണ്, ആമ്പലിങ്ങനെ വിരിഞ്ഞ് വരികയാണ്. ഒരുപക്ഷെ രാവിലെയൊക്കെ ആകുമ്പോൾ കൂടുതൽ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ടാവും. 2 ആമ്പൽ മുട്ട് കണ്ടു. ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കണം.
അങ്ങനെ ഞാൻ അടുത്ത ഒരു കാഴ്ചയുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ 2 തരം വാടാമല്ലി കണ്ടു, ആമ്പൽ കണ്ടു. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, സൂര്യകാന്തി ആണ്. ഈ ഒരു സൂര്യകാന്തി പൂക്കളുടെ ഇടയിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കാഴ്ച നമുക്ക് കണ്ട് ആസ്വദിക്കാം. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കടന്നപ്പോൾ ചെറിയൊരു വിഷമമുണ്ട്, കാരണം എല്ലാം വാടിയിരിക്കുന്ന സമയമാണ്. സോ ബെറ്റർ നിങ്ങൾ രാവിലെ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം വരിക. അപ്പോൾ വെയിലൊക്കെ മാറി ഇങ്ങനെ വളരെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. പലയിടങ്ങളിലും സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ആ ഒരു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ഈ ഒരു കാഴ്ച കാണിക്കാം. ഈ ഒരു ഫ്ലവറിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് നോക്കുമ്പം ആ ഒരു പുറമേ നിന്നുള്ള ആ ഒരു നോക്കുമ്പം വെയിറ്റ് കുറവായിരിക്കും, ലൈറ്റ് വെയിറ്റ്. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ താട്ട് പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും വിഷമം വന്നൊരു കാര്യം ഇത് കണ്ടോ, ഈ കാണാൻ വരുന്നൊരു ദൈവം ഇങ്ങനെ ചവിട്ടി ഈ പരുവത്തിലാക്കി ഇടരുത്. ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് സമയത്ത് ഈ കല്ല് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണ്. കാരണം നമ്മളെപ്പോലെയുള്ളവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി സജ്ജമാക്കി വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സംരക്ഷിക്കുക. ഈ ഒരു സീസൺ തീരുന്നവരെ അത് കാത്ത് പരിപാലിക്കുക എന്നുള്ളത് ഉടമസ്ഥന് മാത്രമല്ല, അത് നമുക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് ആരും ഇതുപോലെ ചവിട്ടി ഒടിച്ചിട്ടിട്ട് പോകരുത്. കാരണം അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് നമ്മുടെ ഒരു അശ്രദ്ധ മൂലം നഷ്ടപ്പെടുന്നത്. ഞാൻ നിൽക്കുന്നതിന് ചുറ്റിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സൂര്യകാന്തി പൂക്കളോട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലൂടെ പോകാനുണ്ടെങ്കിൽ ചെറിയൊരു പേടിയുണ്ട്, കാരണം താന്ന് പോകുമോ ഇല്ല എന്നുള്ളത്. എങ്കിലും എനിക്ക് പറ്റുന്ന അത്രയും സ്ഥലത്തേക്ക് ഞാനൊന്ന് പോയി കാണിക്കുകയാണ്. നോക്കിയൊക്കെ എന്ത് മനോഹരമായ കാഴ്ചയാണ്, നോക്കിയല്ലേ എന്ത് രസമാണ്. പ്രത്യേകിച്ചും വൈകുന്നേര സമയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലവറൊക്കെ ഇങ്ങനെ പുഷ്പിച്ചിരിക്കുന്നൊരു സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയൊക്കെ പിടിക്കുന്നതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഈ ഒരു പൂ കാണാനായിട്ട്. നോക്കി ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ റീൽസിനൊക്കെ പറ്റിയ അനുയോജ്യമായിട്ടൊരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഇങ്ങനെ അങ്ങിങ്ങായിട്ട് പല സ്ഥലങ്ങളിൽ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാഴ്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് സൺസെറ്റ് ചിത്രീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള സമയം കൊണ്ട് അത് നമുക്ക് സാധിക്കുന്നില്ല. സോ ആ ഒരു വിഷമത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച ഈ ഒരു പങ്ക്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. സോ ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് ഈ ഒരു കാഴ്ച കണ്ട് ആസ്വദിക്കുക. കാരണം ഇത് വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഇങ്ങനൊരു കാഴ്ച ഇവിടെ ഉണ്ടാവുകയുള്ളൂ. സോ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. യാതൊരുവിധ പ്രവേശന ഫീസുമില്ല, തികച്ചും സൗജന്യമായിട്ട് ഇവിടെ വന്ന് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഒരു 11 മണിക്ക് മുൻപ് അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വെയിലൊന്നും ഏൽക്കാതെ നമുക്ക് നന്നായിട്ട് ഈ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ്സ് ടൈം ഫോർ വൈൻഡപ്പിംഗ് ദിസ് എപ്പിസോഡ്. സോ നമുക്ക് ഇനി വീണ്ടും അടുത്ത ഒരു കാഴ്ച കൊണ്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി.